പേരെന്താന്നാ പറഞ്ഞത്? ബീന. നിങ്ങളുടെ പേരല്ല, ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ പേരാ ചോദിച്ചത്. രാജീവ്. നിങ്ങൾ തമ്മിൽ എങ്ങനെ അടുപ്പമായത്? ഞാനൊരു മോഡലാ സർ. രാജീവ് ഡിസൈനറും. രാജീവിന്റെ ഡിസൈനിന് ഞാൻ മോഡലായിട്ട് നിന്നു കൊടുക്കുമായിരുന്നു. അങ്ങനെ തുടങ്ങിയ ബന്ധമാ സർ. എത്ര നാളായി നിങ്ങൾ ഈ ബന്ധം തുടങ്ങിയിട്ട്? 4 വർഷമായി സർ. സർ, പ്രതിയെ കൊണ്ട് കോടതിയിലേക്ക് പോണം. ഇന്നലെ രാത്രി മദ്യപിച്ച് വണ്ടി ഓടിച്ച് പിടിച്ചവനെ ഇറക്കാൻ ജാമ്യക്കാരും വന്നില്ലേ? ഇല്ല സർ. ഹെൽമെറ്റ് ഇല്ലെന്ന് അങ്ങനെ എഴുതി ഒരു പെറ്റി അടപ്പിച്ചിട്ട് പറഞ്ഞു വിടറോ അവനെ? ശരി സർ. ഓ, 4 കൊല്ലമായിട്ട് നിങ്ങൾ പ്രണയത്തിലാണല്ലേ? വെറും പ്രണയമേ ഉള്ളോ അതോ അതിനും അപ്പുറത്തുള്ള ബന്ധമാണോ? രാജീവ് കല്യാണം കഴിക്കാന്ന് വാക്ക് പറഞ്ഞ് എന്നെ എല്ലാ തരത്തിലും നശിപ്പിക്കുമായിരുന്നു സർ. ഓഹോ, അപ്പോ അങ്ങനെയാണ് കാര്യം. ഇപ്പൊ എന്താണാവോ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ കാര്യം? അന്ന് രാജീവിന് ജോലിയൊന്നും ഇല്ലായിരുന്നു സർ. ഇപ്പൊ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസില് പബ്ലിസിറ്റി ഡിസൈനറായിട്ട് ജോലി കിട്ടി. ലക്ഷറി കാറും വീടും ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞപ്പോ എന്നെ വഞ്ചിച്ചിട്ട് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ കല്യാണിയെ കെട്ടാനുള്ള തയ്യാറെടുപ്പില്ല. രാജീവിനെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല സർ. സാറ് തന്നെ ഞങ്ങളെ ഒന്നിപ്പിക്കണം. ശരി, ഈ പറഞ്ഞതിനൊക്കെ വല്ല തെളിവുണ്ടോ കയ്യില്? ഉണ്ട് സർ. ശരി, പരാതി വിശദമായിട്ട് എഴുതി കൊടുക്കണം, ഞാൻ അന്വേഷിക്കാം. അതല്ല സർ, കുറച്ചു സമയത്തിനകം അഖിലാണ്ടേശ്വരി മാഡത്തിന്റെ വീട്ടിൽ വെച്ച് രാജീവും കല്യാണിയും തമ്മിലുള്ള നിശ്ചയം നടക്കും. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് ആ നിശ്ചയം നടക്കാതെ നോക്കണം സർ. അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിക്കും സർ. ശരി, ഞാനത് നോക്കിക്കോളാം. പോയി പരാതി വിശദമായിട്ട് എഴുതി കൊടുക്കും. സർ, ജീപ്പ് എടുക്ക്, ഒരിടത്ത് അത്യാവശ്യമായിട്ട് പോകണം. ശരി സർ. കരയാതെ ഈ ഫോട്ടോ ഉൾപ്പെടെ വിശദമായിട്ടൊരു പരാതി എഴുതി കൊടുക്കും. ശരി. നിശ്ചയത്തിന് പൂജയൊക്കെ ഉണ്ടോ? അത് കൊള്ളാലോ. തൃച്ചംബരത്തെ ആചാരങ്ങൾ അനുസരിച്ചാ ഇവിടത്തെ ചടങ്ങുകളൊക്കെ. ഏതായാലും കല്യാണി ഭാഗ്യം ചെയ്തോളാം ദാസേട്ടാ. കൊട്ടാരം ഒരു വീട്ടിൽ വെച്ചല്ലേ നിശ്ചയം നടക്കുന്നത്. എന്തൊരു വലിയ വീടാ. വീട് മാത്രമല്ല, ഇവിടെ ഉള്ളവരും അങ്ങനെ തന്നെയാ. ദാസേട്ടാ, അനിയൻ കുഞ്ഞെ, ഇതെന്റെ ബന്ധുക്കളാ, നാട്ടിൽ നിന്ന് വന്നവരാ. നമസ്കാരം. ഇത് മാഡത്തിന്റെ ഇളയ മോനാ. ഞങ്ങൾ വിചാരിച്ചു ഇതായിരിക്കും പയ്യനെന്ന്. ഇനി കല്യാണം വലിയ കുഞ്ഞ്. രാജീവ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇതാണ് കല്യാണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ, രാജീവ്. നമസ്കാരം. നമസ്കാരം. നാട്ടിൽ നിന്ന് കുറച്ച് ബന്ധുക്കളാ. പയ്യനെന്താ ജോലിന്ന് പറഞ്ഞില്ലല്ലോ ദാസേട്ടാ. അത് പയ്യന് ജോലി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ പബ്ലിസിറ്റി ഡിസൈനർ. മാസശമ്പളം 1 ലക്ഷം രൂപയാ. ഹലോ. ഹലോ മാഡം, കംപ്ലൈന്റ് കൊടുത്തു. ഇൻസ്പെക്ടർ പോലീസുകാരായിട്ട് ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്.
ഹലോ. ഹലോ മാഡം, കംപ്ലൈന്റ് കൊടുത്തു. ഇൻസ്പെക്ടർ പോലീസുകാരായിട്ട് ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. സൂപ്പർ. പോലീസിന് വേറെ സംശയമൊന്നും തോന്നിട്ടില്ലല്ലോ? ഞാനാ നിന്നെ അയച്ചെന്നെങ്ങാനും? ഏയ്, ഒരു സംശയമില്ല. ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞപ്പോ ഇൻസ്പെക്ടർ അതിലങ്ങ് വീണു. ഉടൻ തന്നെ നടപടിയെടുക്കാന്ന് പറഞ്ഞിരിക്കുക. പെണ്ണിനെ പീഡിപ്പിച്ച കേസല്ലേ, പോലീസ് ഏമ്മമാർക്ക് ഉത്സാഹം കൂടും. ആ, കറക്റ്റ്. ഏത് കൊലകൊമ്പനെയും വീഴ്ത്താൻ ഇന്നത്തെ കാലത്തെ ഒറ്റമൂലിയ പീഡനം. അതിനാ നിന്നെ ഞാൻ വാടകയ്ക്കെടുത്തതും. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഞാൻ ഉദ്ദേശിച്ച പോലെ നിശ്ചയം മുടങ്ങിയ പറഞ്ഞ കാശിന് നയാ പൈസ കുറവില്ലാതെ ഞാൻ എത്തിക്കും. എന്താ, അതുപോലെ? അത് മതി മാഡം. അപ്പൊ ഞാൻ വിളിച്ചോളാം. ഓക്കെ, ശരി, ഞാൻ വിളിച്ചോളാം. എന്താ ആന്റി, എല്ലാം ശരിയായില്ലേ? എല്ലാം ശരി. പോലീസ് ഇവിടെ വന്നോണ്ടിരിക്കുക. ഏതായാലും അവരിവിടെ എത്താൻ ഒരു 10-20 മിനിറ്റ് എടുക്കും. അതുവരെ നമുക്കൊരു ടൈം പാസ് ആയാലോ? നീ വാ, നമുക്ക് ഈ മുടങ്ങാൻ പോകുന്ന നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളൊന്ന് നേരിട്ട് കാണാം. വെറുതെ കാണലല്ല, ഒരു കുളം കലക്കല്. തൃച്ചംബരത്തെ കുളം കലക്കി കലക്കി നമ്മൾ ഇന്ന് കൊറേ മീൻ പിടിക്കും. നീ വാടി. ആ ദാസേ, ബന്ധുക്കളെല്ലാം എത്തിയല്ലോ അല്ലേ? എത്തി സാർ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് രാജീവ്. താങ്ക് യു സാർ. താങ്ക് യു മാഡം. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്ന് സ്വപ്നം കാണാൻ പോലും പറ്റില്ലായിരുന്നു. എല്ലാത്തിനും തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. രാജീവ്, യു ആർ ലൈക്ക് എ ഫാമിലി മെമ്പർ. രക്തബന്ധമുള്ളവർ മാത്രമല്ല ബന്ധുക്കളാവുന്നത്. സഹോദരൻ എന്ന വാക്കിന് ഒരു ഉദരത്തിൽ പിറന്നവനെന്ന് മാത്രമല്ലല്ലോ അർത്ഥം. മനസ്സിലേക്ക് നടന്നു കയറിയവൻ എന്നുകൂടി അർത്ഥമുണ്ട്. അതാ ആനന്ദ് രാജീവിനോട് ഇത്രയും അടുപ്പം കാണിക്കുന്നത്. രാജീവിന്റെയും കല്യാണിയുടെയും വിവാഹം കഴിഞ്ഞാലുടൻ അരവിന്ദിന്റെയും നന്ദനയുടെയും വിവാഹം. അതിനുശേഷം ആനന്ദിന് പെണ്ണ് നോക്കണം. അവളാണ് തൃച്ചംബരത്തെ പാരമ്പര്യത്തിനും പ്രൗഢിക്കും മങ്ങലേൽക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടവൾ. തൃച്ചംബരത്തെ അടുത്ത അധികാരി. ബിസിനസ് എന്നും പറഞ്ഞ് ഇത്ര നാളും കൂടെ നടക്കുന്ന നിഴലിനെ പോലും തിരിഞ്ഞു നോക്കാത്ത ആളാ എന്റെ ആനന്ദ്. അതുകൊണ്ട് തന്നെ ആനന്ദിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ആനന്ദ് തന്നെ കണ്ടെത്തട്ടെ എന്നാ ഞങ്ങളുടെ തീരുമാനം. ദാസേ സാർ, നാട്ടിൽ നിന്ന് വന്ന ബന്ധുക്കളെയൊക്കെ 2 ദിവസം തങ്ങിയിട്ട് വിട്ടാൽ മതി. ഏത് ഹോട്ടലാണെന്ന് വെച്ചാൽ അതിനുള്ള ഏർപ്പാട് ആനന്ദ് ചെയ്തോളൂ. ഇല്ല സാർ, ഇവർ നിശ്ചയം കഴിഞ്ഞ് വൈകിട്ടത്തെ ട്രെയിനിന് മടങ്ങുന്ന പറയണേ.
പലർക്കും പലതരം പ്രാരാബ്ദങ്ങളാ. പ്രാരാബ്ദം ഒഴിഞ്ഞിട്ട് ആർക്കാടോ സമയവിടെ? സാരല്ല, എന്തായാലും എല്ലാരും ആഹാരം കഴിക്കാൻ ഉണ്ടാവല്ലോ അല്ലേ? അതൊക്കെ ഉണ്ടാവും അച്ഛാ. പ്രഥമൻ 4 കൂട്ടാം. അത് കുടിച്ച് എല്ലാരും മത്ത് പിടിച്ച് കിടന്ന് ഉറങ്ങിക്കോളും. പലർക്കും വൈകിട്ടത്തെ ട്രെയിൻ മിസ്സാ. ഒരു മിനിറ്റ്. ആ ജാതകക്കാരനെ ഇങ്ങോട്ടിരുത്താം. വാമനെ. കല്യാണി, ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഈ സാരി ആഭരണങ്ങളൊക്കെ വാങ്ങി തന്നത് വല്യകുഞ്ഞ. നല്ല വില ഇതിനൊക്കെ. എത്ര വിലയായാലും സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചി. സിനിമാ നടി വരെ തോറ്റുവൻ ചേച്ചിയെ കണ്ട. കമലേച്ചി, നാളെ ഞാൻ സ്കൂളിൽ പോകുമ്പോ കൂട്ടുകാരെ കാണിക്കാൻ ഒരു സെൽഫി എടുത്തു തരണം കേട്ടോ. അതിന് സെൽഫി എടുത്താൽ മാത്രം പോരല്ലോ, കൊണ്ട് കാണിക്കാൻ നിന്റെ ഫോൺ ഉണ്ടോ? ഇല്ലല്ലോ. ഓ, അത് ഞാൻ അച്ഛനെ അടിച്ചു പറ്റിക്കോളാം. അടിച്ചു മാറ്റും. ദേ, നല്ല അടിയാ നീ മേടിക്കാൻ പോണേ. ഷോ, നീ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തല്ലേ കല്യാണി. അവൻ സന്തോഷം കൊണ്ട് പറയുന്നല്ലേ. അത് ശരിയാ. ഏതായാലും കുറച്ചു നാളും കൂടി അല്ലേ ഉള്ളൂ സന്തോഷമൊക്കെ. കല്യാണം കഴിഞ്ഞ് കല്യാണി പോയാ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നീ ഒറ്റയ്ക്കാ. ഞാൻ പോയാ നിനക്ക് വലിയ സങ്കടാവുമല്ലേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എനിക്ക് ഈ കല്യാണമൊന്നും വേണ്ടാന്ന്. എന്റെ അനിയൻ കൊണ്ടിനെ ഒറ്റയ്ക്കാക്കി പോവാൻ എനിക്ക് പറ്റില്ല. അവന് ഞാൻ ചേച്ചിയല്ല, ചേച്ചി അമ്മയാ. സാരമില്ല ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ രാവിലെ എണീറ്റ് യൂണിഫോമൊക്കെ കഴുകിയിട്ട് കുളിച്ച് കുട്ടപ്പനായി സ്കൂളിൽ പോവും. ഒരു ജോഡി യൂണിഫോമും കൂടി തയ്ച്ചാ മതി. ആകെ 2 ഉള്ള. കഴുകിയിടുമ്പോ ഉണങ്ങിയില്ലെങ്കിലോ, അതാ ഒരു പ്രശ്നം. ഭക്ഷണമൊന്നും കുഴപ്പമില്ല. നമ്മുടെ സ്കൂളിൽ ഇപ്പൊ നല്ല ഉച്ചഭക്ഷണമാ. ഇടയ്ക്കിടയ്ക്ക് ഇറച്ചിമീനൊക്കെ കാണും. പക്ഷേ ഇനി കുറച്ച് ജോലിയൊക്കെ ചെയ്താലേ ഈ തടിയൊക്കെ ഒന്ന് കുറയൂ. അല്ലെങ്കിൽ ചേച്ചി വിളിക്കുന്നത് പോലെ സ്കൂളിലും പിള്ളേര് തടിയം കൂട്ടാന്ന് വിളിച്ചാലോ? ഓഹോ, അത് ശരി. അപ്പൊ അതാണല്ലേ നിന്റെ ഇരട്ടപ്പേര്? തടിയൻകുട്ടൻ. നല്ല പേരാ അല്ലേ സുജാതെ? അതെ അതെ, വിളിക്കാനും നല്ല സുഖ. തടിയൻകുട്ടാ. ഒന്ന് മിണ്ടാതിരി. കല്യാണി, വാ വന്നിരിക്കെ.
ഇതെന്താ ഇവിടെ ഒരു കൂട്ടം? ഇതിനകത്തെന്താ സദ്യ വല്ലതും വിളമ്പുന്നുണ്ടോ? എല്ലാരും കൂട്ടം കൂടി നിൽക്കാൻ. എല്ലാം കടന്നു പോയേ. പോയി പുറത്തെല്ലാം ഒക്കെ ശരിയായി ഒന്ന് നോക്കപ്പോ. നിന്നോടെന്താ പ്രത്യേകിച്ച് പറയണോ? പോ, നിന്നെ അഖിലേച്ച് തിരക്കുന്നുണ്ട്. പോകാൻ. നിന്റെ ചേച്ചി ആരും പിടിച്ചോണ്ട് പോവൊന്നുമില്ല. പോടാ വെളിയില്. വാതിലടക്കി. എന്ത് പറ്റി മാഡം? നിശ്ചയം നടക്കാൻ ഇനി അധിക സമയമൊന്നും ഇല്ലല്ലോ. എന്നിട്ടും എന്താ മാഡത്തിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തേ? ആന്റി എന്തിനാ ഇവിടെ കയറി മാഡം എന്നൊക്കെ വിളിക്കുന്നേ? ഈ വിളി വീട്ടിലെ എച്ചിൽ പാത്രം കഴുകുന്നുള്ളല്ലേ? അയ്യോ, ആ കഥയൊക്കെ കഴിഞ്ഞു പോയില്ലേ. പണ്ട് ഒരു വിലയും ഇല്ലാത്ത ചെമ്പരത്തി ചെടിയുമായിട്ട് വന്നു കയറിയ പഴയ കല്യാണി അല്ല ഇത്. ഇപ്പോ വർഷം 12 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന രാജീവിന്റെ ഭാര്യയാകാൻ പോകുന്ന മഹാഭാഗ്യവതിയാ ഈ കല്യാണി. മാത്രമല്ല ലക്ഷറി കാറ്, വീട്, സ്വർണം, ബ്രാൻഡ് അംബാസിഡർ പദവി, ഹോ അങ്ങനെ അങ്ങനെ പറഞ്ഞാ തീരില്ല. അപ്പൊ പിന്നെ മാഡം എന്ന് വിളിച്ചല്ലേ പറ്റൂ. മാഡം, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അച്ചോ, ഒന്നും അറിഞ്ഞൂടാത്ത കൊച്ചു കുഞ്ഞ്. എന്തിനാടി നിന്റെ അഭിനയം എന്നോട്? ഇനി എന്ത് നേടാനാ? ഓ, തന്തയ്ക്കും മോക്കും കണ്ണും കയ്യും കാണിച്ച് ഇത്രയൊന്നും തട്ടിയെടുത്തത് പോരായിരിക്കും. അതോ ഇവിടെ താമ്പിള്ളേരെ അടക്ക എല്ലാരും അങ്ങ് മൊത്തത്തിൽ കിട്ടാത്ത എന്റെ ചൊരുക്കോ? പറയടി, പറയാൻ. ഞാൻ ഇവിടുത്തെ വേറെ ഒരു പാചകക്കാരിയാ മാഡം. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണേ? അയ്യോ, അങ്ങനെയല്ല. നീ പാചകക്കാരിയല്ല, ഒന്നാന്തരം സൂത്രക്കാരിയാ. ഞാൻ ഇവിടുത്തെ വേറെ ഒരു പാചകക്കാരിയാ മാഡം. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണേ? അയ്യോ, അങ്ങനെയല്ല. നീ പാചകക്കാരിയല്ല, ഒന്നാന്തരം സൂത്രക്കാരിയാ. അല്ലെങ്കിൽ ആനന്ദ് വന്ന നിനക്ക് ഈ സ്വർണവും ഡ്രസ്സും ഒക്കെ വാങ്ങി തരുമ്പോ നീ അത് വേണ്ടെന്ന് തീർത്ത് പറയില്ലായിരുന്നോ? അല്ലാതെ നീ ഇങ്ങനെ കെട്ടി ഒരുങ്ങി നിൽക്കില്ലായിരുന്നു. അല്ലടി പെണ്ണെ, സംശയം തീരാത്തോണ്ട് ചോദിക്ക. ഇവിടെയും ഓഫീസിലുമായിട്ട് എത്രയോ പെമ്പിള്ളേരുണ്ട്. അവരോടൊന്നും കാണിക്കാത്തത് നിന്നോട് കാണിക്കാൻ നീ ആനന്ദിനെ എന്ത് കൊടുത്താടി മയക്കിയെടുത്തത്? കൂടോത്രമാണോ അതോ ചാത്തൻ സേവയോ? മാഡം പ്ലീസ്, എന്തിനാ ഇങ്ങനെയൊക്കെ? വായടക്കടി. നീ മാത്രമല്ല, നിന്റെ അച്ഛനില്ലേ അഖിലാണ്ടേശ്വരിയുടെ ദാസേട്ടൻ, അയാളും ഒന്നാന്തരം ഫ്രോഡാ. ഒന്നാന്തരം ഫ്രോഡ്. വെറും വളയം പിടിക്കലും മാത്രമല്ല, എപ്പ കണ്ടാലും മാഡം മാഡം എന്ന് വിളിച്ചിട്ട് അമിത വിനയവും കാണിച്ച ആൾക്കാരെ പറ്റിക്കുന്നതല്ലേ അയാളുടെയും ജോലി. ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി, നീയും നിന്റെ തന്തയും കൂടി ഏതോ ഒരു മാസ്റ്റർ പ്ലാനുമായിട്ടാ ഇവിടെ കയറി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും നിന്നെ അയാൾ എന്താ നാട്ടിലേക്ക് തിരിച്ചയക്കാത്തെ? അയാൾ ആളൊരു ഫ്രോഡാ.
ഒന്നാം തരം പക്ക ക്രിമിനൽ. മതി നിർത്ത്. ഇനി എന്റെ അച്ഛനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞ കൊല്ലും ഞാൻ.